ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഞാൻ ഓണത്തിൻ്റെ തലേന്ന് പച്ചക്കറിയെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ള അരിഞ്ഞു വയ്ക്കണം. ഞാൻ പിന്നെ മുട്ടക്കോസ് അരിഞ്ഞ് അത് തോരനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കുംബർ പച്ചടിയാണ് തയ്യാറാക്കിയത്. അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് കടുകും കൂടെ മൂപ്പിച്ചിട്ട് കൊടുത്തപ്പോൾ നമ്മുടെ കുക്കുംബർ പച്ചടിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് രാവിലെ ഉള്ളത് പരിപ്പായിരുന്നു, അതും തയ്യാറാക്കി. പിന്നെ ബീട്രൂട്ട് കിട്ടി, അപ്പോൾ അതും കൂടെ ഒന്ന് കുറച്ച് മതിയല്ലോ, കുറച്ച് അരിഞ്ഞ് കുറച്ച് തൈരും തേങ്ങയും കാന്താരി മുളകും കുറച്ച് ജീരകവും ഒക്കെ ഇട്ട് നമ്മുടെ വേവിച്ച് വെച്ച ബീട്രൂട്ടും ഇട്ട് അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും റെഡിയായി. കുറച്ച് ഉപ്പും കടുക് വറുത്തതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും ഇവിടെ ഇരുന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കടലപ്പരിപ്പ് പായസമാണ് വെച്ചത്. തലേന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കടല. അത് കഴുകി വൃത്തിയാക്കി നമ്മുടെ കുക്കറിയിട്ട് 4-5 വിസിൽ കേൾപ്പിച്ചെടുക്കണം. അപ്പോൾ വെന്ത് വരും. പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വരട്ടിയെടുക്കണം. നമ്മുടെ കടലപ്പരിപ്പ് കുക്കറിൽ നിന്ന് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ആ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറണം, നന്നായിട്ട് വരണം. പിന്നെ ഞാൻ ചവ്വരി എടുത്ത് കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും അതിൽ കിടന്നങ്ങ് വെന്തോളും. പിന്നെ ശർക്കര പാനിക്ക് വേണ്ടി ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചേക്കായിരുന്നു. അത് ഉരുകി വരുമ്പോൾ നമ്മുടെ നെയ്യിൽ വരട്ടി എടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഒരു 250 ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുകി വന്നപ്പോൾ നമ്മുടെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം. നന്നായിട്ടത് കുറുകി വരുമ്പോൾ നമ്മുടെ പാലൊഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഞാൻ ഏലക്ക പൊടിച്ചതച്ചിട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കിസ്മിസ് എല്ലാം കൂടെ ഞാൻ നെയ്യിലും വറുത്ത് അത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ കടലപ്പരിപ്പ് പായസം റെഡിയായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പായസം. പിന്നെ രസവും കൂടെ വയ്ക്കണമായിരുന്നു. ഞാൻ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും കായവും ഒക്കെ ഇട്ട് നമ്മുടെ രസം അവിടെ തയ്യാറാക്കി. പിന്നെ മോരും തയ്യാറാക്കി. രസവും മോരും അങ്ങനെ റെഡിയായി. ഇതൊക്കെയാണ് ഓണവിശേഷങ്ങൾ.